ഹായ് ഓൾ. നമുക്കിന്ന് ഫോക്കസിനെ കുറിച്ച് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. രാവിലെ നമുക്ക് എപ്പോഴും ഒരു മോർണിംഗ് ഒരു റിവ്യൂ വേണം, ഒരു ക്വിക്ക് ലുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ABCD നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഡി ക്വാളിറ്റി ഏറ്റവും ടോപ്പായിട്ടുള്ള വർക്ക് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് നമ്മൾ ഏറ്റവും പീക്ക് പൊട്ടൻഷ്യൽ ടൈമിൽ ചെയ്യേണ്ടത്. അപ്പോൾ ടൈം ഷെഡ്യൂൾഡ് ആയിരിക്കണം എപ്പോഴും. നമ്മുടെ ഒരു ദിവസത്തെ ടൈം എപ്പോഴും എല്ലാ ദിവസത്തെയും നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ടൈം നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നു, വൈകിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള വർക്ക് വേണം ആദ്യം ചെയ്യാനായിട്ട്, ഷെഡ്യൂൾ ടൈം. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് എടുക്കുന്നു. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക് എപ്പോഴും കൊടുക്കാം. വീണ്ടും നമ്മളൊരു 25 മിനിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു ചെറിയ, അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു കാര്യം ചോദിക്കാം, ഒരു മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ട്. വൈ വി ആർ ഡൂയിങ് ഇറ്റ്, വൈ. പിന്നെ നമുക്കൊരു റിവാർഡ് സിസ്റ്റം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിൽ നമ്മൾ അന്നന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ ആ ലിസ്റ്റെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു റിവാർഡ് കൊടുക്കണം. ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ ഉച്ചയ്ക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്, നമുക്കൊരു റിവാർഡ് കൊടുക്കണം. പിന്നെ കൂടെ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക്, നമ്മൾ സ്വയം നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സ്വയം ഒരു സെൽഫ് ടോക്ക് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഗോളിനും പ്ലാൻസിനും ഇടയ്ക്ക് നിൽക്കണം. അതുപോലെ തന്നെ നമ്മളൊരു വാല്യൂ അസസ്മെൻറ്റ് ഓരോന്നിൻ്റെയും വേർത്ത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും പ്രയോജനപ്പെട്ട, അപ്പം നേരത്തെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എ ഗോളിനാണെങ്കിൽ $100, ബി ഗോളിനാണെങ്കിൽ $1000, സി ഗോളിനാണെങ്കിൽ $10000, ഡി ഗോളിനാണെങ്കിൽ മില്യൺസ് ആണ്. അപ്പോൾ നമ്മൾ മില്യൺസ് ഉള്ളത് മാത്രം ആദ്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡി ഗോൾ ചെയ്തതിന് ശേഷമായിരിക്കും സി ഗോൾ, പിന്നെ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ബി ഗോളിലേക്ക് വരുള്ളൂ. അപ്പോൾ വർത്ത് ഇറ്റ് ഓൺ നോക്കിയിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ നമുക്ക് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നമ്മൾ പറയാറില്ല റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. അപ്പോൾ ഓരോ കാലും വെച്ച് ഓരോ കാൽവെപ്പ് വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. 1000 മൈലുകളുടെ യാത്ര തുടങ്ങുന്നത് ഒരു കാൽവെപ്പോട് കൂടിയാണ്. അപ്പോൾ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ നമുക്ക് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അത് 1 ഇയർ എടുത്താലും 5 വർഷം എടുത്താലും 10 വർഷം എടുത്താലും. പിന്നെ നമുക്ക് നമ്മുടെ പെർസ്യൂട്ട് എപ്പോഴും ഓതൻറ്റിക് ആയിരിക്കണം, അതുകൊണ്ട് പ്രയോജനമുള്ളതായിരിക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ. നമ്മുടെ കൂടെ ആര് കൂടിയാലും അവർക്കും പ്രയോജനം ഉണ്ടാകണം, നമുക്കും പ്രയോജനം ഉണ്ടാകണം. അത് നമ്മുടെ ഫോക്കസ് അവിടെ ആയിരിക്കണം. പിന്നെ എല്ലാം നമ്മളൊരു സൊല്യൂഷൻ ഫോക്കസ് ആയിരിക്കണം, പ്രശ്നങ്ങളുമായിട്ട് നടക്കരുത്. പിന്നെ ലാംഗ്വേജ് മാറ്റേഴ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എപ്പോഴും ഒരു പോസിറ്റീവ്ലി ഫ്രേസ്ഡ് ആയിരിക്കണം. പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് എക്സ്പ്രഷൻസ്. പിന്നെ ഡിസ്റ്റൻസ് യുവർ സെൽഫ്, എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മൾ അകന്ന് നിൽക്കാനായിട്ട്. പിന്നെ നമുക്ക് സെൽഫ് കെയർ, നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഇതൊക്കെയായിട്ട് അതിന് കെയർ കൊടുക്കുക. അപ്പോൾ പോസിറ്റീവ് ഫോക്കസ്, എല്ലാത്തിനകത്തും നല്ല വശം മാത്രം കണ്ടുകൊണ്ട്. പിന്നെ എക്സ്പാൻഡിങ് പോസിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് എപ്പോഴും അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എല്ലാം അതിൻ്റെ നല്ല വശങ്ങളാണ്. അപ്പോൾ എക്സ്പാൻഡ് ഇൻ അവർ പോസിറ്റീവ് എക്സ്പീരിയൻസസ്. പിന്നെ ഹാപ്പിനെസ് ഫോക്കസ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഹാപ്പിനെസ് ആണ്. ഫോക്കസ് ഓൺ തിങ് ദാറ്റ് മേക്ക് യു ഹാപ്പി ആൻഡ് ലെറ്റ് ഗോ ഓഫ് ദ റെസ്റ്റ്. ബാക്കിയുള്ളതിനെ നമ്മൾ വിട്ടുകളയാം. പിന്നെ നമുക്ക് സെൽഫ് വർത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അക്നോളജ് യുവർ യൂണീക്ക്നെസ് ആൻഡ് ഡിസേർവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫ് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കൾട്ടിവേറ്റ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എപ്പോഴും എല്ലാ സ്ഥലത്തും. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് നമ്മുടെ ഒരു ഫോക്കസാണ്, നമുക്കുള്ളതിനെക്കുറിച്ചല്ല. അതുപോലെ തന്നെ നമുക്കൊരു ഓപ്റ്റിമിസം. എല്ലാം അവസാനം നമുക്ക് എന്തായാലും നല്ലതേ വരൂ. ഇപ്പോൾ ചെറിയ മോശം അത് നല്ലതാണ്, അത് അവസാനം നമുക്ക് നല്ലതേ വരുള്ളൂ. അത് നമുക്ക് വാശി ഉണ്ടാക്കാനും നമുക്ക് എല്ലാ നല്ല സിനിമകളും വിജയിക്കണം, നമുക്കൊരു വില്ലൻ ആവശ്യമാണ്. അപ്പോൾ ചെറിയ സെറ്റ് ബാക്ക് വരുമ്പോൾ ഈ വില്ലൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കൾട്ടിവേറ്റ് ആൻ ഓപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക്, സീയിങ് ചാലഞ്ചസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മൈൻഡ്ഫുൾനെസ്, ആ നിമിഷങ്ങളിൽ ജീവിച്ചു പഴയ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചുള്ള വിഷമിപ്പിക്കേണ്ട.
അവോയ്ഡിങ് അൺനെസസറി ഡിസ്ട്രാക്ഷൻസ്, എന്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും. ഇനി അഡാപ്റ്റബിലിറ്റി, എംബ്രേസ് ചേഞ്ച് ആൻഡ് റിമെയിൻ അഡാപ്റ്റബിൾ ഇൻ ദ ഫേസ് ഓഫ് ചാലഞ്ചസ്. നമുക്ക് അവിടെ നമുക്ക് ഏത് ചാലഞ്ചസ് വന്നു കഴിഞ്ഞാലും അവിടെ എല്ലാം നമ്മൾ അതിനനുസരണമായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ എലിമിനേറ്റ് ഓർ മാനേജ് ഡിസ്ട്രാക്ഷൻസ്, നമ്മൾ ഏത് ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നമ്മൾ പോകും. ഇനി ഐഡൻറ്റിഫൈ ഡിസ്ട്രാക്ഷൻസ്, റെക്കഗ്നൈസ് ആൻഡ് അഡ്രസ് സ്പെസിഫിക് ഡിസ്ട്രാക്ഷൻസ് ഇൻ യുവർ എൻവയറമെൻറ്റ്. നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻ വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അതിനെ നമ്മൾ നേരത്തെ കയറി അഡ്രസ്സ് ചെയ്യണം. ആൻഡ് ക്രിയേറ്റ് എ ഫോക്കസ്ഡ് എൻവയറമെൻറ്റ്, വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ്. സെറ്റപ്പ് എ വർക്ക് സ്പേസ്, അപ്പോൾ അത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഇനി നമ്മൾ ഈ ഡിജിറ്റലി നമ്മളെല്ലാം കൊണ്ടു നടക്കണം, പക്ഷേ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ടെക്നോളജീസ് എല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യണം, ഡിസസോസിയേറ്റ് ചെയ്യണം. ടെക്നോളജി നമ്മളെ കയറി റൂൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പറയുന്നൊരു വാക്കുണ്ട്, ഡിജിറ്റൽ ഡീടോക്സ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് ടാസ്കിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അർജൻസി വേഴ്സസ് ഇമ്പോർട്ടൻസ്, നമ്മൾ നോക്കേണ്ടത് അർജൻസി അല്ല, ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ആക്ടിവിറ്റി ആയിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഐസൻഹവർ നമുക്ക് 4 ക്വാഡ്രൻ്റ് ഉണ്ട്, അതിനകത്ത് രണ്ടാമത്തെ ക്വാഡ്രൻ്റ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യാവും. അപ്പോൾ ടൈം ബ്ലോക്കിംഗ് ഓരോന്നിനു വേണ്ടി, അപ്പോൾ അലോക്കേറ്റ് ചെയ്യേണ്ട സ്പെസിഫിക് ബ്ലോക്ക് ഓഫ് ടൈം ഫോർ ഡിഫറെൻറ്റ് ടാസ്ക് ഓരോന്നിനും. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് പരിചയമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം. അപ്പോൾ കഴിവതും നമ്മൾ ഡെലിഗേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഡെലിഗേറ്റ് ടാസ്ക്, അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ടാസ്കുകളെല്ലാം നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം. അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ്, നമുക്ക് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാനും പറ്റണം. സ്റ്റേ ക്യൂരിയസ്, പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അതനുസരിച്ച് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് ലേണിങ്ങും ഇതൊക്കെ നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. ഇനി അഡോപ്റ്റ് ന്യൂ ടെക്നോളജീസ്, എക്സ്പ്ലോർ ന്യൂ ഫോക്കസ്. അപ്പം ചിലപ്പോൾ നമുക്ക് ഈ 10 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഫോക്കസ് ആൻഡ് എൻഹാൻസിങ് ടെക്നിക്സ് ആൻഡ് ബിൽഡ് റെസീലിയൻസ്, നമുക്കൊരു ഡൗൺസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരണം. ലേൺ ഫ്രം സെറ്റ് ബാക്സ്, അപ്പോൾ ആ സെറ്റ് ബാക്കും നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസാണ്, ആ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് ഇമ്പ്രൂവ്. പിന്നെ നമുക്ക് എല്ലാത്തിനകത്തും ഒരു സെൽഫ് റിഫ്ലക്ഷൻ, എന്തെങ്കിലും ചെറിയ സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോയി ചിന്തിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യാനും അതുവഴി പ്രോഗ്രസ് കൊണ്ടുവരാനും നമ്മൾക്ക് സ്ട്രാറ്റജിക്കായിട്ട് നമുക്ക് നമ്മളെ ട്യൂൺ ചെയ്യാനും മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്, ഷെയർ യുവർ ഗോൾസ് വിത്ത് സമ്മൺ ഹു ക്യാൻ ഹോൾഡ് യു അക്കൗണ്ടബിൾ. നമുക്ക് അക്കൗണ്ടബിൾ ആയിട്ട് ഇപ്പം നമ്മളോട് ചോദിക്കുക എന്തായി എന്ന് ചോദിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ കൂടെ വേണം. ഇനി അതുപോലെ തന്നെ കൊളാബറേറ്റ് വിത്ത് അതേഴ്സ് ടു സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് ഷെയർ ഇൻസൈറ്റ്സ്. അപ്പോൾ നമുക്ക് അവരുടെ ഇൻസൈറ്റ് കൂടെ നമുക്ക് കിട്ടും, നമ്മുടെ ഇൻസൈറ്റ് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിജയം നമുക്ക് ഒന്നിച്ച് സ്മോൾ വിൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അക്നോളജ് അച്ചീവ്മെൻറ്റ്സ്, അപ്പോൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തവരുണ്ട്, അവരെ കൂടെ നമ്മൾ അക്നോളജ് ചെയ്യണം. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായുള്ള വിക്ടറി കോൺട്രിബ്യൂഷൻസ് നമ്മൾ അക്നോളജ് ചെയ്യണം. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, എന്തിനാണേലും ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ സ്വയം റീഇൻഫോഴ്സ് ചെയ്താലേ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫോക്കസ് ഹാബിറ്റ് തന്നെ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ബാലൻസ് അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടുതൽ നമുക്ക് സ്ട്രൈവ് ഫോർ ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ്. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ എക്സസൈസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ലൈഫിൽ മൊത്തം തെറ്റിപ്പോകും. ഇൻകോർപ്പറേറ്റ് റെഗുലർ എക്സസൈസ്. അപ്പോൾ കോഗ്നേറ്റീവ് ഫങ്ഷൻ, ഇപ്പോൾ അടുത്ത കാലത്തെ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മളൊട്ടും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ശരീരത്തിലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഹയർ ന്യൂട്രിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കോഗ്നേറ്റീവ് ഫങ്ഷൻസ്, തോട്ടിൻ്റെ ചില ഫങ്ഷൻസ് വേണ്ട വിധത്തിൽ ഫങ്ഷൻ ചെയ്യും, ബ്രെയിൻ വേണ്ട വിധത്തിൽ ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ ശരീരം വർക്കൗട്ട് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ ആഡിക്വേറ്റ് സ്ലീപ്പ്, റെസ്റ്റ് വളരെ അത്യാവശ്യം, വളരെ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് ഓപ്റ്റിമം ഫോക്കസ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, അഫർമേഷൻ.
അപ്പം വിഷ്വലൈസ് യുവർ സക്സസ്, വിജയിച്ച് നിൽക്കുന്നതായിട്ട്. പിക്ചർ യുവർ സെൽഫ് അച്ചീവിങ് യുവർ ഗോൾസ് ടു റീഇൻഫോഴ്സ് പോസിറ്റീവ് ഔട്ട്കംസ്. ഇനി പോസിറ്റീവ് അഫർമേഷൻസ്, യൂസ് അഫർമേഷൻസ് ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. അതേപോലെ തന്നെ മൈൻഡ്ഫുൾ ബ്രേക്സ്, നമുക്ക് ഇടയ്ക്ക് ഒരു ആ നിമിഷം നമ്മൾ എൻജോയ് ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ ബ്രേക്സ് എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിഫ്രഷ് ചെയ്ത് നമുക്ക് ഫോക്കസിലേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് വാക്സ്, ഇടയ്ക്ക് ഒരു ചെറിയ നടപ്പ്, അത് റീജുവിനേറ്റ് ചെയ്യും മൈൻഡിനെയും ബോഡീനെയൊക്കെ. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഗോളിനെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം, പുതിയതായിട്ടുള്ളത് അഡാപ്റ്റ് ചെയ്യാം, റെഗുലർ റിവ്യൂ ചെയ്യാം. അപ്പോൾ പീരിയോഡിക്കലി നമുക്കിത് ചെയ്യാം. അപ്പോൾ ഗോൾസ് നമ്മൾ എത്രമാത്രം റീഅഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, കുറച്ചൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആകണം. എങ്കിൽ മാത്രമേ, അഡാപ്റ്റബിൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാഹചര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരുന്നതനുസരിച്ച് പഠിച്ച് ലേണിംഗ് സ്റ്റൈൽ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഐഡൻറ്റിഫൈ യുവർ സ്റ്റൈൽസ്, നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് നോക്കി. അണ്ടർസ്റ്റാൻഡ് യുവർ ലേണിംഗ് ആൻഡ് വാക്കിംഗ് സ്റ്റൈൽ ഫോർ ബെറ്റർ ഫോക്കസ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി ക്രിയേറ്റ് ആൻ ഐഡിയൽ എൻവയറമെൻറ്റ്, നമുക്ക് ആവശ്യമുള്ള എൻവയറമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ടൈലർ എൻവയറമെൻറ്റ് ടു മാച്ച് യുവർ പ്രിഫേർഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ ലിമിറ്റ് മൾട്ടി ടാസ്കിങ്, പല കാര്യം ഒരേ സമയത്ത് ചെയ്യുന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻറ്റ് വർക്ക് ആയിരിക്കരുത്. ഫോക്കസ് ഓൺ സിംഗിൾ ടാസ്ക്, പ്രയോറിറ്റൈസ് സിംഗിൾ ടാസ്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ബാച്ച് സിമിലർ ടൈപ്പ്, ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഒന്നിച്ച് ബാച്ച് ചെയ്ത് പോകാം, അപ്പോൾ ഒന്നിച്ച് സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ന്യൂറൽ ട്രാൻസ്മിറ്റേഴ്സൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ തോട്ട് വളരെ എഫിഷ്യൻ്റ് ആകും. പിന്നെ ഹെൽത്തി ന്യൂട്രീഷൻ എല്ലാ ദിവസവും ഉപയോഗിക്കുക, ഫ്യൂവൽ, നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂവൽ കിട്ടാനായിട്ട്. എനർജിയും കോൺസെൻട്രേഷനും നമുക്ക് കണ്ടിന്യൂസ് ഗോൾ സെറ്റിങ്ങിലേക്ക് തന്നെ പോകാനായിട്ട്. സെറ്റ് ന്യൂ ഗോൾസ്, ഒരെണ്ണം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയല്ല, അടുത്ത ഗോളിലേക്ക് വീണ്ടും അടുത്ത ഗോളിലേക്ക്. അപ്പോൾ ഈ ഗോൾ ഉണ്ടാക്കി അതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്, സന്തോഷമില്ലാതെ പോകുമ്പോഴല്ല. ചാലഞ്ച് യുവർ സെൽഫ്, ടേക്ക് എ ചാലഞ്ച് ദാറ്റ് പുഷ് യുവർ ബൗണ്ടറീസ് ടു സ്റ്റേ എൻഗേജ്ഡ് എപ്പോഴും. ആൻഡ് ടെക്നോളജി മാനേജ്മെൻറ്റ്, നമുക്ക് പലപ്പോഴും നമ്മൾ ടെക്നോളജി മാനേജ്, അപ്പം പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഉണ്ട്, അപ്പം നമുക്ക് അതിനെ ലെവറേജ് ചെയ്യാം. അവിടെ ലെവറേജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറി പല സംഭവം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ റിസൾട്ട്, അതുപോലെ തന്നെ നമുക്ക് സറൗണ്ട് യുവേഴ്സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, പോസിറ്റിവിറ്റി, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ട്. ഇനി ഷെയർ സക്സസ് സ്റ്റോറീസ്, പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ദുഃഖമല്ല, ഓൾവേസ് ഷെയർ സക്സസ്, അത് കേൾക്കാനേ ആൾക്കാരുള്ളൂ. ആൻഡ് ഓൾവേസ് ഷെയർ സക്സസ് സ്റ്റോറീസ് ആൻഡ് വിത്തിൻ യുവർ സർക്കിൾ. അതുപോലെ തന്നെ ഷെയർ പ്രൊഫഷണൽ ഹെൽപ്പ്, എവിടെയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിക്കുക, അത് നമ്മൾ കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ സീക്ക്. അതുപോലെ നമുക്ക് കോച്ചിങ് എടുക്കാം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കാം. ചില ആവശ്യത്തിൽ കൗൺസിലിംഗ് എടുക്കേണ്ടതായിട്ട് വരും, നമുക്ക് തന്നെ ആവശ്യം വരും. പ്രൊഫഷണൽ അസിസ്റ്റൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഫോക്കസ് ചെയ്തതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് പലപ്പോഴും ഇൻസ്പിറേഷണൽ മെറ്റീരിയൽസ് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് തന്നെ വരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പേഴ്സണൽ സക്സസ് മന്ത്രാസ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്സാഹം വരും, നമ്മുടെ പർപ്പസിലേക്ക് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഓൾവേസ് കണക്ട് വിത്ത് എ പർപ്പസ്. അപ്പോൾ നമുക്ക് കൂടുതലും നമ്മുടെ പർപ്പസിനെ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുകയും അതിലേക്ക് തന്നെ പോകാനായിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്കല്ല, ഒന്നിലേക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മൈൻഡ് അവിടേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഭാഗം ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങൾക്കായിട്ട് തരാം. ഓൾ ദി ബെസ്റ്റ്.